ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്കും മോൾക്കും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം മക്കൾ ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്തതല്ലേ, അപ്പോൾ മക്കളും വീട്ടിലുള്ള കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫിഷ് കട്ടിങ്ങിലാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സിനിമ നടി, പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല, സിനിമ നടി ഈ ഒരു മോഡൽ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ ഈ സ്ലീവിനൊന്നും ഒന്നുമില്ല, ഇങ്ങനെ ഗൗണിന് ഫുള്ള് പ്ലെയിൻ ആയിട്ടായിരുന്നു, അതിൽ ഷാളിൽ മാത്രമേ വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പക്ഷേ ഈ ഗൗണിന് തീരെ ഒരു വർക്കും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടിപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലീവിന് വർക്ക് കൊടുത്തതാണ്. ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് 2 സ്ലീവിനും. പിന്നെ സ്ലീവിൻ്റെ താഴെ ഇങ്ങനെ ഞെറിയായിട്ട് കിടക്കൂലേ, അപ്പോൾ അതേപോലെ കുറച്ച് വലിയ സ്ലീവാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനെന്താണ് പറയുക എന്നുള്ളത് അറിയില്ല. പിന്നെ ഞാൻ നോർമൽ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷാളിനാണ് ഇതിന് വർക്ക് വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഷാളിൻ്റെ 2 തലപ്പിലും, നമ്മളെ തലയിൽ ഇടുന്ന ഭാഗത്തല്ല, താഴെ 2 ഭാഗം ഉണ്ടാവുമല്ലോ, ആ 2 ഭാഗത്തുമാണ് ഇങ്ങനെ മുത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഇതിൻ്റെ ക്ലോത്തിന് അധികം റേറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു മുത്ത് വാങ്ങുകയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അധികം റേറ്റൊന്നും ഇതിനായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു മോഡൽ കണ്ട് ഇഷ്ടമായാൽ അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നും എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി പീസ് കൊണ്ട് ഞാൻ മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ. ഇതേപോലെയാണ്. അതിന് ഞാൻ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പഫ് സ്ലീവിന് ഇതിൻ്റെ താഴെ ഒരു ബാൻഡ് കൊടുത്തിട്ട് അതിനും ഞാൻ മുത്തൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബാക്കിലേക്ക് കെട്ടി കൊടുക്കാനൊരു വള്ളിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സിബ്ബൊന്നല്ല കൊടുത്തിരിക്കണത്, സാധാ നോർമൽ ഞാനൊരു കുളത്ത് വെച്ച് കൊടുത്തിക്കാണ്. പിന്നെ ആ കുളത്തിന് ഞാനൊരു മോഡലാക്കിയിട്ടുണ്ട്. അതൊരു മഴത്തുള്ളിയുടെ ഒരു ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യല് ചെയ്യുക, അങ്ങനെ ചെയ്യാതെ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പീസ് കൊണ്ട് ഞാൻ വെറുതെ അത് ഷെൽഫിൽ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ഫ്രോക്കും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഒരു 2 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാ മക്കൾക്കും വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെയും യോക്ക് പോർഷനിൽ ഞാൻ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് കെട്ടി കൊടുക്കാനൊരു വള്ളിയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ തരാവുന്നതാണ്. ഇതിനധികം റേറ്റൊന്നും ആവശ്യമില്ല. ഷിപ്പിംഗ് ചാർജും പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിനുള്ള ഒരു ചെറിയൊരു തുകയെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ഫ്രോക്കിന് കടയിൽ നിന്ന് വാങ്ങുന്ന റേറ്റോ ഒരു കാര്യങ്ങളും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. പിന്നെ ഇതിൽ നല്ല നമ്മൾ തടിയുള്ള മക്കൾക്കൊന്നും ഇത് ഫിറ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഞാനത് അളന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് 21 വരുന്നത്. ചെസ്റ്റ് അളവ് 21 വരുന്നത്. പിന്നെ വേസ്റ്റ് യോക്ക് ഭാഗത്ത് ഹിപ്പിൻ്റെ അളവുണ്ടല്ലോ, അത് വരുന്നത് 20 വരുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ടേപ്പും സ്റ്റിച്ച് ചെയ്യണോലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ അളന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. നല്ല തടിയില്ലാത്ത എല്ലാ മക്കൾക്കും ഇത് പാകാവുന്നതാണ്. 2 വയസ്സിന് മുകൾക്കുള്ള മക്കൾക്ക് കേട്ടോ, 4 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ പാകാവുന്നതാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാനും മോളും ഇട്ടിട്ടുള്ളൊരു പിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം.